ഹലോ ഓൾ, സ്റ്റോറീസ് ബൈ ജുവാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈദൽ ബേബിക്ക് കളിക്കാനായിട്ട് ഞാനൊരു സ്വിമ്മിംഗ് പൂള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ്. ഓർഡർ ചെയ്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 2 ബോക്സിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളും മറ്റേതിൽ അതിൽ എയർ അടിക്കാനുള്ള ഒരു പമ്പും ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ പമ്പ്. സ്വിമ്മിംഗ് പൂളിൽ എയർ കയറ്റുന്നതിനായിട്ട് 2 ഹോളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അതിൻ്റെ ഉള്ളിലും ഒന്ന് പുറത്തായിട്ട്. അതുപോലെ തന്നെ പമ്പിനും 2 നോസിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഓരോ നോസിലും ഓരോ ഹോളിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഹോൾ തുറക്കുമ്പോൾ അതിൽ നമുക്ക് എയർ കടക്കാനുള്ള ഹോളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ നോസിൽ നമ്മൾ നന്നായി അമർത്തി ഉള്ളിലേക്ക് കയറ്റുമ്പോഴാണ് അവിടെ ഹോൾ വീണിട്ട് അതിലൂടെ എയർ അകത്തേക്ക് കയറുന്നത്. ഇതിൽ എയർ അടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. നമ്മൾ സൈക്കിളിൽ എയർ കയറ്റുന്നത് പോലെ തന്നെ ഈ പമ്പ് കൊണ്ട് നമ്മൾ മുകളിലേക്ക് വലിച്ച് താഴേക്ക് ആക്കിയാണ് കുറേശ്ശെയാണ് എയർ കയറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും പപ്പയും അനീത്തിയൊക്കെ മാറി ചെയ്തിട്ടാണ് ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടിയത്. ആദ്യമൊക്കെ എയർ കയറ്റി കഴിഞ്ഞ് കുറച്ചൊന്ന് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് എയർ കയറ്റാൻ പറ്റി. പിന്നെ ഉള്ളിലത്തെ ഉള്ള പോർഷനിൽ എയർ കയറ്റാൻ ഈസി ആയിരുന്നു. നമ്മൾ ആ നോസിൽ യൂസ് ചെയ്തിട്ട് അവിടെയും എയർ കയറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മുടെ സ്വിമ്മിംഗ് പൂൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം നിറയ്ക്കാണ് വേണ്ടത്. ഈ വെള്ളം കണ്ടപ്പോൾ തന്നെ ഒരാളവിടെ ഫ്ലാറ്റായിട്ട് നിൽക്കുകയാണ് അതിനുള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ വെള്ളം ഞാൻ കുറച്ച് മാത്രമേ നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവൾ അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ നിന്ന് എണീറ്റ് പോരില്ല. അത് കാരണം കൊണ്ട് വെള്ളം ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഇരുത്തിയപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. കയ്യടിയും ബഹളവും ചിരിയും കളിയൊക്കെ ആയിരുന്നു. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. പക്ഷെ ഞങ്ങളിത് വാങ്ങിയത് മഴക്കാലത്താണ്. അതായത് ഈ ടൈമിലാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഓൾറെഡി അറ്റ്മോസ്ഫിയറിൽ നല്ല ഹ്യൂമിഡിറ്റിയും തണവൊക്കെ ഉള്ള ടൈമാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിലിരിക്കുമ്പോൾ നനവ് തട്ടുമ്പോൾ കുട്ടികൾക്ക് പനിയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവളാണെങ്കിൽ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോരേയില്ല. ഫുൾ ടൈം ആ വെള്ളത്തിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളെക്കൊണ്ട് തീരെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവളെ. അതായത് ഇവൾ ഈ സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതിൽ കയറണം, എന്നാൽ പിന്നെ ഒരേ വാശിയാണ് അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കളിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഏത് നേരം വാശി എപ്പോഴും അതിൽ ഇരിക്കണം, അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. സംഭവമൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും ഇത് വേനൽക്കാലത്ത് വാങ്ങേണ്ട ഒരു സാധനമായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിയ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഒരു 6 അടി വലിപ്പമുള്ളതാണ്. അതായത് നമ്മുടെയൊക്കെ ഒരു ഹൈറ്റ് ഉണ്ട് അതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് എടുത്ത് കൊണ്ടുവരാനും എടുത്ത് വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ എയർ കളഞ്ഞിട്ട് വേണം നമുക്ക് എടുത്ത് വെക്കാൻ, സ്റ്റോറേജിന് പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ഇരുത്തണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യണം. അതും നമുക്ക് ഭയങ്കര ഇരട്ടിപ്പണിയാണ്. ആദ്യത്തെ ഡേ തന്നെ വെള്ളത്തിൽ നിന്ന് കയറി പോരാണ്ട് അത്രയും നേരം ഇരുന്നിട്ട് ചെറിയൊരു പനിയും ജലദോഷവും ചുമയൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ 2 ദിവസത്തേക്ക് ഇത് എടുത്തു വെക്കുകയാണ് ചെയ്തത്. ഡിഫ്ലേറ്റ് ഒന്നും ചെയ്തില്ല, ഈ എയറോട് കൂടി തന്നെ എടുത്തു വെച്ചു. പക്ഷേ ഇതിലത്തെ എയർ പിന്നീട് എടുത്തപ്പോൾ പതുക്കെ കുറയുന്നുണ്ടായിരുന്നു. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിൽ എയർ ഫുള്ളായിട്ട് പോയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 10 ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇനി വേനൽക്കാലം ആകുമ്പോൾ ഇതിൻ്റെ ചെറുത് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ഐറ്റമാണ്. പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ നല്ല കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ചെറിയ സ്വിമ്മിംഗ് പൂൾസ് വാങ്ങുന്നതായിരിക്കും നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇൻഡെക്സിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ റിവ്യൂ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.